ഉത്ര നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ പൊതുഭാവങ്ങൾ, ഉത്ര നക്ഷത്രത്തിൽപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട പൊതുകാര്യങ്ങളാണ്. ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന പദവി, സൗഭാഗ്യം, ധനം, ഐശ്വര്യം ഇതൊക്കെ കൈവരിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മ സമയത്തിലുള്ള മാറ്റമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എല്ലാം കൈവരിക്കുമെന്നാണ്, ധനം, ഐശ്വര്യം, പദവിയൊക്കെ കൈവരിക്കുമെന്ന് തന്നെയാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. സൗന്ദര്യം, ആരോഗ്യമൊക്കെ നല്ലപോലെ ഉണ്ടായിരിക്കും. പുരുഷനായാലും സ്ത്രീ ആയാലും ഉത്ര നക്ഷത്രക്കാർക്ക് ആഹാര കാര്യത്തിൽ നിഷ്ഠയുണ്ടാവും. നല്ല സുഖഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും ഉത്ര നക്ഷത്രക്കാർ. അവരെ സഹായിക്കാൻ പലപ്പോഴും സന്നദ്ധത കാണിക്കും. അതുപോലെ അന്യരെയൊക്കെ സഹായിക്കാനായിട്ട് ധാരാളം സന്നദ്ധത കാണിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാവും. ഏതാണ്ട് ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്താൽ നല്ല രീതിയിലൊക്കെ നടപ്പാക്കാനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട്. സ്വയാശ്രയ ബുദ്ധി കൂടുതലുള്ള ആളുകളാണ് ഈ ഉത്ര നക്ഷത്രക്കാർ. ഉന്നത വിദ്യാഭ്യാസം നേടാനും അതിനു വേണ്ടിയിട്ട് തയ്യാറാകാനും ഒക്കെ ഇവർക്ക് സാധിക്കാറുണ്ട്. തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് അംഗീകാരം നേടാനായിട്ട് കഴിയുന്നതാണ് ഉത്രം നക്ഷത്രക്കാർക്ക്. ഒരു സുഹൃത്ത് വലയം തന്നെ ഇവർക്കുണ്ടാകാം സ്വന്തം ചുറ്റുപാടിൽ. സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാനായിട്ട് ഇവർ തയ്യാറാവില്ല. അവർക്ക് എന്താണോ തോന്നുന്നത് ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഈ ഉത്ര നക്ഷത്രക്കാർ. ഉദരരോഗം ബാധിക്കാം. നല്ലതുപോലെ ഉദരം എന്ന് പറയുമ്പോൾ ഉദരമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. സ്ത്രീകളായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ധനം, ബുദ്ധിയൊക്കെ ഉള്ളവരായിരിക്കും. നീതിജ്ഞയായിട്ടും ഗ്രഹകാര്യങ്ങളിൽ, വീട്ടിലെ കാര്യങ്ങളിൽ, ഭർത്താവിൻ്റെയോ മക്കളുടെയോ ഒക്കെ കാര്യങ്ങളിലൊക്കെ നിപുണയും ഗുണവതിയുമായിട്ട് ഭവിക്കുന്നവരാണ് ഈ പൂരം നക്ഷത്രത്തിൽപ്പെട്ട ഉത്തര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ.